1986 ജൂലൈ 26 മലേഷ്യയിലെ കോരിത്തെരിപ്പിക്കുന്ന മെർദേക്ക് സ്റ്റേഡിയം. ഏഷ്യൻ ഫുട്ബോളിലെ വൻമരങ്ങളായ ദക്ഷിണ കൊറിയയ്ക്കെതിരെ ഇന്ത്യ പൊരുതുകയാണ്. മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന ഘട്ടത്തിൽ കൊറിയൻ ബോക്സിന് ഏതാണ്ട് 35 വാര അകലെ വെച്ച് ഇന്ത്യക്ക് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് ലഭിക്കും. ബോക്സിലേക്ക് ഒരു ക്രോസ് ആയിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ 21-കാരനായ കണ്ണൂരുകാരൻ്റെ മനസ്സിൽ മറ്റൊന്നായിരുന്നു: എ ഡയറക്റ്റ് ഫ്രീ കിക്ക്. ഒരു മിസൈൽ കണക്കെ പന്ത് വായുവിൽ ഉയർന്നു പറന്ന് കൊറിയൻ ഗോൾ കീപ്പറെയും മറികടന്ന് വലയിലേക്ക് തുളച്ചു കയറി. ഗോൾ. സ്റ്റേഡിയം നിശ്ചലമായി. ഇന്ത്യൻ ക്യാമ്പ് ആവേശത്തിലാണ്ടു. ആ ഗോൾ നേടിയ 21-കാരൻ ആരായിരുന്നുവെന്നോ? വട്ടപ്പറമ്പത്ത് സത്യൻ എന്ന VP സത്യൻ. ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട ആ 35 വാര ലോങ് റേഞ്ചർ ഗോൾ സത്യൻ എന്ന പ്രതിഭയുടെ കരുത്തിന്റെ അടയാളമായിരുന്നു. 1965 ഏപ്രിൽ 29 കണ്ണൂരിലെ മേക്കുന്നിലാണ് വട്ടപ്പറമ്പത്ത് ഗോപാലൻ നായരുടെയും നാരായണി അമ്മയുടെയും മകനായി സത്യൻ ജനിക്കുന്നത്. കുട്ടിക്കാലത്ത് ഒരു അപകടത്തിൽപ്പെട്ട് ഇടതുകാലിൽ ഒരു ഇരുമ്പ് കമ്പിയിട്ടാണ് സത്യൻ ജീവിച്ചത്. എന്നാൽ കഠിനമായ വേദനയെപ്പോലും തോൽപ്പിക്കുന്ന ഫുട്ബോൾ ഭ്രമം ആ കുട്ടിയിലുണ്ടായിരുന്നു. 17-ാം വയസ്സിൽ സ്പിരിറ്റഡ് യൂത്ത് ക്ലബിനു വേണ്ടിയും ലക്കി സ്റ്റാർസ് ക്ലബിനു വേണ്ടിയും കളിച്ചുകൊണ്ട് അദ്ദേഹം പ്രശസ്തി നേടി. 1983 കേരളത്തിൻ്റെ സന്തോഷ് ട്രോഫി ടീമിലേക്ക് സത്യൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ നിന്നാണ് ഇന്ത്യൻ ഫുട്ബോൾ ലോകം ആ പ്രതിഭയെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. 1980-കളുടെ അവസാനത്തിലും 90-കളുടെ തുടക്കത്തിലും കേരള പോലീസ് ഫുട്ബോൾ ടീം ഇന്ത്യൻ ഫുട്ബോളിലെ അജയ്യരായ ശക്തിയായിരുന്നു. സത്യൻ എന്ന പ്രതിരോധ കോട്ടയുടെ കരുത്തിലാണ് ആ ടീം പടുത്തുയർത്തിയത്. ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റനും തൃശ്ശൂരുകാരുടെ സ്വകാര്യ അഹങ്കാരവുമായ IM വിജയന്റെ വാക്കുകൾ തന്നെ കടമെടുക്കാം. സത്യേട്ടൻ കളിക്കളത്തിലൊരു സിംഹത്തെ പോലെയായിരുന്നു. അദ്ദേഹം പുറകിലുണ്ടെന്ന ധൈര്യത്തിലാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് കയറി കളിച്ചിരുന്നത്. ഒരു കളിയിൽ സത്യേട്ടനില്ലെങ്കിൽ ഞങ്ങളുടെ ഡിഫൻസ് ആകെ തളരുമായിരുന്നു. 1992 കൊൽക്കത്തൻ ഭീമന്മാരായ മോഹൻ ബഗാനിലേക്ക് സത്യൻ ചേക്കേറി. അവിടെയും അദ്ദേഹം തൻ്റെ ജൈത്രയാത്ര തുടർന്നു. ഫെഡറേഷൻ കപ്പ് ഫൈനലിൽ നിർണായക ഗോൾ നേടി ടീമിനെ വിജയത്തിലെത്തിച്ചു. 1985 ഇന്ത്യൻ ദേശീയ ടീമിൽ അരങ്ങേറ്റം കുറിച്ച സത്യൻ വളരെ പെട്ടെന്നാണ് ഇന്ത്യയുടെ പ്രതിരോധത്തിൻ്റെ നെടുംതൂണായി മാറിയത്. 1991 മുതൽ 95 വരെ അദ്ദേഹം ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായി രാജ്യാന്തര തലത്തിൽ ഇന്ത്യയെ നയിച്ചു. നീണ്ട 17 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് 1992 കേരളത്തിന് സന്തോഷ് ട്രോഫി കിരീടം നേടിക്കൊടുത്ത് ചരിത്ര നായകനായി മാറി. അതേ വർഷം ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത ബഹുമതിയായ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരവും VP സത്യൻ സ്വന്തമാക്കി. 1993 ആദ്യ സാഫ് ചാമ്പ്യൻഷിപ്പ് കിരീടവും 1995 മദ്രാസ് സാഫ് ഗെയിംസിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേട്ടവുമെല്ലാം ക്യാപ്റ്റൻ VP സത്യന്റെ നായകത്വത്തിലാണ് നേടാൻ സാധിച്ചത്. ഇന്ത്യക്കായി 81 ഔദ്യോഗിക മത്സരങ്ങളിൽ ബൂട്ട് കെട്ടിയ VP സത്യൻ 4 ഗോളുകൾ നേടുകയും ചെയ്തു. സത്യന്റെ കളിശൈലി വളരെ കണിശമായിരുന്നു. അച്ചടക്കമുള്ള പ്രതിരോധം, മികച്ച കളി വായന, കൂടാതെ പെട്ടെന്ന് ആക്രമണത്തിലേക്ക് മാറുവാനുള്ള കഴിവ്. 1993 ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ സത്യൻ കളിക്കാതിരുന്നപ്പോൾ ദക്ഷിണ കൊറിയയോട് ഇന്ത്യ 7-0 തോൽക്കുകയുണ്ടായി. ആ ഒരൊറ്റ സംഭവം മതി ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. മൈതാനങ്ങളിൽ ആർപ്പുവിളികൾ ഒടുങ്ങിയപ്പോൾ സത്യൻ എന്ന മഹാപ്രതിഭ പതിയെ വിസ്മൃതിയിലേക്ക് തള്ളപ്പെട്ടു. അർഹിച്ച അർജുന അവാർഡ് പോലെയുള്ള വലിയ പുരസ്കാരങ്ങൾ പോലും അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടു. ഇന്ത്യൻ ബാങ്കിൽ കോച്ചായും അസിസ്റ്റന്റ് മാനേജറായും ജോലി നോക്കുമ്പോഴും ഫുട്ബോളില്ലാത്ത ആ ഒരു ജീവിതം അദ്ദേഹത്തിന് ആലോചിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ VP സത്യൻ്റെ ഭാര്യ അനിത അക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അദ്ദേഹത്തിന് ഫുട്ബോൾ മാത്രമായിരുന്നു എല്ലാം.
കളി നിർത്തിയപ്പോൾ ഉണ്ടായ മാനസിക വിഷമം വളരെ വലുതായിരുന്നു. ഫുട്ബോൾ ലോകം തന്നെ മറന്നു എന്ന ചിന്ത അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു. 2006 ജൂലൈ 18 ഇന്ത്യൻ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത വന്നു. ചെന്നൈയിലെ പല്ലാവരം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് മുന്നിൽ ചാടി VP സത്യൻ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു. വെറും 41 വയസ്സായിരുന്നു ആ നായകൻ്റെ പ്രായം. 4 ആത്മഹത്യാ കുറിപ്പുകളാണ് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും പോലീസ് കണ്ടെടുത്തത്. സത്യൻ ശരീരം കൊണ്ട് നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രമുള്ളിടത്തോളം കാലം ആ പേര് ഒരിക്കലും മാഞ്ഞു പോയില്ല. അദ്ദേഹം പകർന്നു തന്ന പോരാട്ട വീര്യം ഇന്നും ഓരോ മലയാളി ഫുട്ബോളറുടെയും നെഞ്ചിലുണ്ടായിരിക്കും. വട്ടപ്പറമ്പത്ത് സത്യൻ, VP സത്യൻ, ഇന്ത്യൻ ഫുട്ബോൾ മൈതാനങ്ങളിലെ വിസ്മരിക്കാനാവാത്ത പച്ച മനുഷ്യൻ, ദ ക്യാപ്റ്റൻ.